ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു അപ്കമിങ് ബ്രൈഡ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. പല ബ്രൈഡ്സും നമ്മളോട് ചോദിക്കാറുണ്ട്, മാരേജിന്റെ സമയത്ത്, മാരേജിന് ബിഫോർ എത്ര ദിവസം മുന്നെയാണ് നമ്മൾ ഫേഷ്യൽസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രീ ബ്രൈഡൽ സർവീസസ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നന്നായിട്ട് നോക്കിയതിന് ശേഷമേ ഏത് ഫേഷ്യലാണ് നമ്മളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് എന്ന് നോക്കി നമ്മൾ ഫേഷ്യൽ ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ അവസാന നിമിഷം അല്ലെങ്കിൽ 2-3 ദിവസം ഉള്ള സമയത്ത് നമ്മൾ പോയി ഒരിക്കലും പുതിയ ഫേഷ്യൽസ് പരീക്ഷിക്കാതിരിക്കുക. അതുപോലെ തന്നെ കഴിവതും നിങ്ങളുടെ ഫേസിൽ വാക്സ് ചെയ്യാതിരിക്കുക. ഒരു 3 days ബിഫോർ ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾ പോയി വാക്സ് ചെയ്തിട്ട്, ഇപ്പൊ എനിക്ക് വന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട്, അവര് 3 days ബിഫോർ പോയി വാക്സ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്ത് അവരുടെ 2 ചീക്സും കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മേക്കപ്പിന് ചെല്ലുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ബിഗ് ഡേ അല്ലേ, അന്ന് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ 2 ചീക്കും പൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, ഇല്ലെങ്കിൽ കുറെ പിമ്പിൾസ് വരുമ്പോൾ, നമുക്ക് മാക്സിമം നമ്മൾ ഹൈഡ് ചെയ്യുമെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ നഷ്ടമാവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്ത് ശീലമുള്ള കാര്യങ്ങൾ, ഫേഷ്യൽസ് ആണെങ്കിലും ഇനി സ്കിൻ കെയർ ടിപ്സ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.